നമസ്കാരം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയും തമ്മിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് സുപ്രധാനമായ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഇറാന് റഷ്യയുടെ എല്ലാവിധ പിന്തുണയും പുടിൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായാണ് റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്നും എത്രയും വേഗം ഈ സാഹചര്യങ്ങളെ ഇറാൻ അതിജീവിക്കുമെന്നാണ് റഷ്യ പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് അയച്ച സന്ദേശത്തിന് പുടിൻ നന്ദി അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം കൂടുതൽ ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് റഷ്യ ആഗ്രഹിക്കുന്നത്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ റഷ്യയും ഇറാനും എപ്പോഴും ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും ഇടക്കാലത്തുള്ള ബന്ധത്തിലുണ്ടായ ചെറിയ വിടവുകൾ നയതന്ത്രപരമായ ഇടപെടലുകളും ഇപ്പോൾ പരിഹരിക്കപ്പെട്ടതായാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ഒമാൻ എന്നിവിടങ്ങളിലെ സന്ദർശനത്തിന് ശേഷമാണ് അരാജി റഷ്യയിലെത്തിയത്. മേഖലയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ ഉന്നതതല സന്ദർശനം. കൂടിക്കാഴ്ചയുടെ തുടർച്ചയായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. നയതന്ത്രപരമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പുതിയ തലത്തിലേക്ക് ഉയർത്താനുള്ളതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥൻ എന്ന പദവി നേടിയെടുക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നടത്തിയ നീക്കങ്ങൾ വലിയൊരു നയതന്ത്ര നാടകമായിരുന്നു എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാവുകയാണ്. എന്തായാലും അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇറാനിയൻ പ്രതിനിധികൾക്ക് താല്പര്യമില്ലായിരുന്നിട്ടും ഇരു രാജ്യങ്ങളെയും ചർച്ചാ മേശയ്ക്കരികിൽ എത്തിച്ചത്. അതായത് ഇതൊരു വ്യാജ പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പാകിസ്ഥാന്റെ ഈ ശ്രമം എന്നത് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞ ഒരു സത്യമാണ്. സിവിലിയൻ ഭരണകൂടവും സൈന്യവും കൈകോർത്ത ഈ ഹൈബ്രിഡ് സർക്കാർ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പ്രസക്തി നേടാൻ തെറ്റായ വാർത്തകൾ പടച്ചുവിടുകയാണ്. ഇറാൻ പ്രതിനിധികൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ കാണാൻ വിസമ്മതിച്ചിട്ടും പാകിസ്ഥാൻ സൈന്യത്തിന്റെ മീഡിയ വിഭാഗമായ ISPR ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന തരത്തിൽ തെറ്റായ അലർട്ടുകൾ നൽകി. ഒരു പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസി പോലും പാകിസ്ഥാന്റെ ഈ ചതിക്കുഴിയിൽ വീണുപോയി എന്നതിന്റെ ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ യാതൊരു പുരോഗതിയുമില്ലാത്ത ഒരു വിഷയത്തിൽ വ്യാജമായ പ്രതീതികൾ ലോകത്തിന് നൽകാനാണ് പാകിസ്ഥാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നേതൃത്വം നൽകിയിട്ടും അവ പൂർണ്ണ പരാജയമായിരുന്നു. ഇറാൻ തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിന്നതോടെ രണ്ടാം റൗണ്ട് ചർച്ചകൾ അനിശ്ചിതത്വത്തിലായി. എന്നിട്ടും നയതന്ത്ര ലോകത്ത് തങ്ങളുടെ പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കാൻ പാകിസ്ഥാൻ സൈന്യം വ്യാജ പ്രചാരണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഏപ്രിൽ 24-ന് ISPR പുറത്തുവിട്ട ഒരു സന്ദേശമാണ് ഈ വ്യാജ വാർത്ത പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. എന്തായാലും ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാജി ഇസ്ലാമാബാദിൽ എത്തുമെന്നും ഉടൻ തന്നെ അമേരിക്കയുമായുള്ള രണ്ടാം റൗണ്ട് ചർച്ചകൾ, അതായത് സമാധാന ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. അമേരിക്കൻ സുരക്ഷാ സംഘം ഇതിനകം തന്നെ സ്ഥലത്തുണ്ട് എന്നും മാധ്യമപ്രവർത്തകർക്ക് സന്ദേശം അയച്ചുവെന്നും അവർ പറയുന്നു. എന്നാൽ ഇത് ശുദ്ധമായ നുണയെന്നും, അതായത് ശുദ്ധം നുണയെന്നാണ് ഇറാൻ മന്ത്രി പാകിസ്ഥാനിലെത്തിയത് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രകളുടെ ഭാഗമായി മാത്രമായിരുന്നു, അല്ലാതെ അമേരിക്കയുമായി ചർച്ച നടത്താനൊന്നും ആയിരുന്നില്ല. എന്തായാലും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഹായി പാകിസ്ഥാന്റെ ഈ വാദങ്ങളെ പരസ്യമായി തള്ളിപ്പറയുകയാണ്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയ്ക്കും തങ്ങൾ പദ്ധതി ഇട്ടിട്ടില്ല എന്നും ഇറാന്റെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെ അറിയിക്കാൻ മാത്രമാണ് എത്തിയതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ സൈന്യം ലോകത്തെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച രഹസ്യ ചർച്ച എന്ന കള്ളം ഇവിടെ പൊട്ടിപ്പാളീസായി. എന്തായാലും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് ഫോണിൽ വിളിച്ച് തങ്ങളുടെ കർക്കശമായ നിലപാടുകൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഭീഷണികളിലൂടെയോ ഉപരോധങ്ങളിലൂടെയോ ഇറാനെ ചർച്ചാ മേശയിൽ കൊണ്ടുവരാമെന്ന കാര്യം സ്വപ്നത്തിൽ പോലും കരുതേണ്ട, അത് നടക്കില്ല. ഹെർമോസ് കടലിടുക്ക് ഇറാനിയൻ കപ്പലുകൾക്ക് അമേരിക്കൻ നാവികസേന ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. പാകിസ്ഥാൻ സൈന്യം നൽകിയ ഈ വ്യാജ വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടികളാണ് പാകിസ്ഥാന് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും അമേരിക്ക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാർഗഡ് കുഷ്നറും എത്തുന്നത് മുൻപേ തന്നെ അദ്ദേഹം രാജ്യം വിടുകയും ചെയ്തു. എന്തായാലും അമേരിക്കൻ ഇറാൻ ചർച്ചകൾ എങ്ങും എത്താതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി യുദ്ധം എന്താകും എന്ന കാര്യം നമുക്കൊന്ന് കാത്തിരുന്ന് തന്നെ കാണാം.